പ്രൈസ് ലോർഡ്. ഹെറ്റ്മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായി എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എന്റെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ദയവായി ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെജിറ്റേറിയൻ കറിയാണ്. കുറച്ചു നാളായിട്ട് ഞാൻ അടുപ്പിച്ച് നോൺ വെജ് ഇട്ടപ്പോ വെജിറ്റേറിയൻകാരൊക്കെ പരാതി പറഞ്ഞു തുടങ്ങി, ചേച്ചി ഞങ്ങളെ മറന്നോ എന്ന്. അപ്പൊ ഇനി കുറെ ദിവസത്തേക്ക് നമുക്ക് വെജിറ്റേറിയൻ ആകാം. അപ്പൊ നോൺ വെജുകാർ പിണങ്ങണ്ട, ഇടയ്ക്ക് നിങ്ങൾക്ക് വിട്ടുതരാം. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡാൽ കറിയാണ്. അതിൽ മുരിങ്ങയ്ക്ക ഇട്ടുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്നുണ്ടാക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. അതിനുവേണ്ടി ഞാനിവിടെ 3 മുരിങ്ങയ്ക്ക അതിന്റെ മേളത്തെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തൊമര. ഇത് സാമ്പാർ തൊമരയാണ്. സാമ്പാർ പരിപ്പ് എന്ന് പറയും, വടപ്പരിപ്പല്ല, തുവരപ്പരിപ്പ്. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് മൂങ്കിടാളില്ലേ, അത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇത് രണ്ടും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കാരണം ഈ കറിക്ക് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഇത്ര വേണം അങ്ങനെയുള്ള നിർബന്ധം ഒന്നുമില്ല. ഞാൻ പറയാൻ കാര്യം, ഇത് തേങ്ങ ഇല്ലാതെയും ചെയ്യും, തേങ്ങ വെച്ചും ചെയ്യും. ഞാനിപ്പോ ചെയ്യുന്നത് തേങ്ങ അരച്ചിട്ടാണ്. തേങ്ങ ഇല്ലാതെ വേണേലും ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയായത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പേടിക്കുകയേ വേണ്ട. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 കുഞ്ഞി തക്കാളിക്ക. തക്കാളിക്ക കേട്ടിട്ട് ഇപ്പൊ എല്ലാരും പറയും, ചേച്ചി ഏത് നാട്ടുകാരിയാന്ന്. അപ്പോ തക്കാളിക്ക അല്ലെങ്കിൽ തക്കാളി, പരാതിയില്ലേ? ഈ തക്കാളിക്ക് ചെറുതായിട്ടൊന്ന് അരിയണം. പിന്നെ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക്. ഇത് എരിയില്ലാത്ത പച്ചമുളക. നമുക്കിനി അരയ്ക്കാനും വേണം. അപ്പോ എരി നിങ്ങളുടെ മുളകിന്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണേ. ഇനി ഇതിലേക്ക് 3 കൊച്ചുള്ളി ചതച്ചത്, പിന്നെ 4 വെളുത്തുള്ളി ചതച്ചത്. അപ്പൊ ഈ കൊച്ചുള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അയ്യോ അതില്ലാതെ വെക്കാൻ പറ്റില്ല, അങ്ങനെ നിർബന്ധമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. വെളുത്തുള്ളി ഇനി നമുക്ക് അരയ്ക്കുകയും വേണം. അതുകൊണ്ട് ചെറിയൊരു 4 എണ്ണം ചതച്ചിട്ടേക്കണേ. ഇനി ഇതെല്ലാം കൂടി ലേശം കറിവേപ്പിലയും ഇട്ട് ഞാനിപ്പോ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കും. എന്റെ കുക്കറില് ഒരു വിസില് വരാൻ തുടങ്ങുമ്പോ തന്നെ ഞാനത് ഓഫ് ചെയ്തിടും. മുരിങ്ങയ്ക്ക നമ്മുടെ അധികം വെന്ത് പോകരുത്. അതല്ല നിങ്ങൾക്ക് കുക്കറിൽ അല്ലാതെ സെപ്പറേറ്റ് പാത്രത്തിൽ വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. ഞാനിപ്പോ കുക്കറിൽ വേവിച്ചിട്ട് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുക ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് മസാല അരച്ചെടുക്കാം. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടില്ല, അതിനേക്കാളും കുറവാണ്. തേങ്ങ അധികം വേണ്ടവർക്ക് അധികം അരയ്ക്കാം, കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് അരയ്ക്കാം. ഞാൻ പറഞ്ഞു തേങ്ങ വേണ്ട എന്നുള്ളവർക്ക് അതില്ലാതെയും ചെയ്യാം. തേങ്ങ ഉപയോഗിക്കാതെ ചെയ്യുന്നവര് ഇത് വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഉപ്പും ചേർത്ത് വേണം വേവിക്കാൻ. നമ്മളിത് അരയ്ക്കുന്നത് കൊണ്ടാണ് കുറച്ച് അതിലും കുറച്ച് അരയ്ക്കാനുമായിട്ട് എടുത്തത്. അത് കഴിഞ്ഞിട്ട് തേങ്ങ ഉപയോഗിക്കാത്തവര് ജീരകം നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് ജീരകം ചേർത്താൽ മതി. അപ്പൊ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങളുടെ മഞ്ഞളിന്റെ കളർ കുറവാണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം. 3 പച്ചമുളക് അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മുളകിന്റെ എരി അനുസരിച്ച് വേണം എടുക്കാൻ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 5 അല്ലി വെളുത്തുള്ളി, 3/4 ടീസ്പൂൺ ജീരകം. ഇത് ഇത്രയും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരയണ്ട, എങ്കിലും അരയണം. ഇതൊന്ന് അരച്ചെടുക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഞാനിത് കുക്കറിൽ നകക്കേം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാ വെച്ചത്. അപ്പോൾ നിങ്ങൾ കുക്കറിൽ വെള്ളം ചേർക്കുമ്പോൾ അത് തെറിച്ചു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതനുസരിച്ച് വെള്ളം ചേർക്കാവൂ. അതിനുശേഷം തുറന്നിട്ട് ഞാൻ ആദ്യം ഈ മുരിങ്ങയ്ക്കങ്ങ് മാറ്റി, എന്നിട്ട് ഈ പരിപ്പൊന്ന് ഈ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു. ഈ മുരിങ്ങയ്ക്ക് ഇട്ട് നമ്മൾ ഉടച്ചാൽ മുരിങ്ങയ്ക്ക മൊത്തം ഉടഞ്ഞു പോകും, കാരണം അത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പൊ അത് മാറ്റിയ ശേഷം ഇത് ഈ തവി കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ മതി. അപ്പം കറക്റ്റ് പരുവമായിട്ട് കിട്ടും. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. മുരിങ്ങയ്ക്ക ഇച്ചൂടെ കഴിഞ്ഞിട്ട് ചേർത്താൽ മതി, കാരണം ഓൾറെഡി അത് ഇച്ചിരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച അരപ്പ് ചേർക്കാം. അരപ്പിന്റെ പരുവം കണ്ടോ, കാണിക്കാൻ വിട്ടുപോയി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. ഇനി ഈ അരപ്പൊന്ന് വേവണം. ഉപ്പിട്ടാ നമ്മളിത് വേവിച്ചത്, എങ്കിലും ഉപ്പൊന്ന് നോക്കണം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കറിയുടെ കട്ടി നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും ചെയ്യാം. ഇപ്പൊ ഇത്രയും വേണ്ട, അല്ലെ ഇതിനേക്കാൾ കൂടുതൽ വേണം, അത് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാം. പക്ഷെ ഇതിപ്പോ ഇത്രയും ഗ്രേവി കണ്ടിട്ട് ഒത്തിരി വെള്ളം വന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഡാള ഇരുന്നങ്ങ് കുറുകും, പെട്ടെന്ന് കട്ടിയാവും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അടിക്ക് പിടിക്കാതെ. ഇപ്പൊ തിളച്ചു. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക ഇട്ടിട്ട് ഒത്തിരി അങ്ങോട്ട് ഇളക്കി ഉടയ്ക്കണ്ട. ഞാൻ ചിലപ്പോഴൊക്കെ ഈ പരിപ്പ് വേവിക്കുമ്പോൾ അതിൽ ലേശം ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞു ചേർക്കാറുണ്ട്.
കാരണം ഡാള് കറിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഡാള് ചിലർക്ക് ഗ്യാസിന്റെ പ്രോബ്ലം വരുമെന്ന് പറയാം. അതുകൊണ്ട് അതൊക്കെ ഇട്ടാല് അത്രയും പ്രശ്നം വരില്ല. അതിനു വേണ്ടിയാ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു. ഇത് തണുക്കുമ്പോ നന്നായിട്ട് കുറുകും. ഞാനിത് ഓഫ് ചെയ്യും. ഇനി നമുക്ക് കടുക് താളിക്കാം. പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ. ഞാൻ കൊച്ചുള്ളി എടുത്തേക്കുന്നേ. 2 കൊച്ചുള്ളി അരിഞ്ഞതാണേ. ക്യാമറ സൂം ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരിയായിട്ട് തോന്നിക്കുന്നുണ്ട്. കാരണം കുഞ്ഞു കടുക് താളിക്കുന്ന പാൻ അതപ്പോ വലുതാക്കിയതാണ്. വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ടു. ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞു കിടക്കാൻ വേണ്ടി ലേശം കാശ്മീരി മുളക് പൊടിയാണ് ഇത്. അപ്പൊ ഇത് ഇത്രയും ചേർക്കുമ്പോ എണ്ണ നന്നായിട്ട് കളറില് തെളിഞ്ഞു കിടക്കും. അതിനു വേണ്ടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റില് ഒരു നുള്ളു കായപ്പൊടി. നമ്മൾ ഇതൊക്കെ ചേർക്കുന്നത് ഈ ഗ്യാസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. അസിഡിറ്റി, ഗ്യാസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ. ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പമല്ലേ? ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.